എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ഒരുപാട് അപ്പം റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ പാലപ്പം ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ രീതിയിലല്ല നമ്മൾ ഈ ഒരു പാലപ്പം തയ്യാറാക്കുന്നത്. ഇതിൻ്റെ വശങ്ങളൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ആകെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പമാണ്. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് പാലപ്പത്തിൻ്റെ ചട്ടിയില്ല. അപ്പോൾ ഞാൻ ഇത് മറ്റൊരു രീതിയിലാണ് ഈ ഒരു പാലപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അപ്പച്ചട്ടി ഇല്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാനായിട്ടും നല്ലൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പാലപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് ഇഡ്ഡലി അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാലപ്പം നമ്മൾ തയ്യാറാക്കുന്നത് അവലും കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ള കളറിലുള്ള അവൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ കൂട്ടുകയോ കുറയ്ക്കുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മാവെന്ന് പറയുന്നത് നിങ്ങൾക്ക് പാലപ്പത്തിനും അതുപോലെ തന്നെ വെള്ളയപ്പത്തിനും നമുക്ക് ഉപയോഗിക്കാം. രണ്ടിനും ഒരേ മാവ് മതി, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രം അനുസരിച്ചിട്ട് അപ്പത്തിൻ്റെ പേര് മാറുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു പച്ചരി 2 തവണകളായിട്ടാണ് മിക്സിയിലിട്ട് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പകുതി അവൽ കുതിർത്തതും കൂടി ഇട്ട് കൊടുക്കുക. അവൽ ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുതിർക്കാനായിട്ട് ഇടുക. എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇളം തേങ്ങയോ ആണ് ഏറ്റവും നല്ലത് അപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു അപ്പം തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈസ്റ്റ് അരച്ചിട്ടാണ് ഈ അപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസ്റ്റ് 2 രീതിയിൽ നമ്മൾ അപ്പത്തിൽ ചേർക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ കൂടെ അരയ്ക്കാം, അല്ലാതെ വേറൊരു രീതിയിലും ചെയ്യാം. അത് ഞാൻ പറയാം വഴിയേ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2.5 കപ്പ് അരിക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർത്താൽ ഈ ഒരു അപ്പത്തിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂണോ മറ്റോ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും അരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റാകും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ബാച്ചും നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പം ഈ ഒരു അപ്പം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഗസ്റ്റ് വന്നപ്പോൾ തയ്യാറാക്കിയ അപ്പമാണ്. അപ്പോൾ അതാണ് 2.5 കപ്പ് അരിക്ക് ഉള്ള അപ്പം. അത് ഒരുപാട് അപ്പം കിട്ടും, 20-25 അപ്പത്തോളം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് അളവ് ഇതിൻ്റെ പകുതിയാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ ഇനി ഞാനിത് 2 പാത്രങ്ങളിലാക്കിയാണ് വെക്കുന്നത്. ഇത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മാവ് ഒരുപാട് ഇളക്കി കഴിയുമ്പോൾ അത് താന്നു പോവില്ല. അപ്പോൾ 2 പാത്രത്തിലായിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ 2 പാത്രത്തിലെ മാവ് നല്ല ഫ്രഷായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ അപ്പവും നല്ല സോഫ്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അപ്പം അരച്ചിട്ട് നമ്മൾ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇല്ലാത്തവർ നിങ്ങൾ ഓവൻ കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഈ മാവ് എടുത്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അത് മറ്റൊരു പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പല രീതിയിൽ അപ്പം തയ്യാറാക്കാം. അപ്പോൾ നമ്മളിവിടെ അവൽ വെച്ചിട്ടാണ് ഈ ഒരു അപ്പം തയ്യാറാക്കിയിട്ടുള്ളത്. അവലിന് പകരം നിങ്ങൾക്ക് ചോറും എടുക്കാവുന്നതാണ്. വെള്ളച്ചോറ് എടുക്കുകയാണെങ്കിൽ നല്ല വെള്ള കളറിലുള്ള അപ്പം കിട്ടും. ഇപ്പോൾ നമ്മൾ ഇതൊരു 8 മണിക്കൂർ, അതായത് രാത്രി മുഴുവനും ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അപ്പം നന്നായിട്ട് ഫെർമെൻ്റായി അത് താന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊങ്ങിയിട്ടാണ് അത് താന്നു പോയിട്ടുള്ളത്, അത് കുഴപ്പമില്ല. നമ്മളിനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് അപ്പങ്ങളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം. വെള്ളയപ്പം, അതായത് ദോശ പോലെ ഉള്ള അപ്പം, ഞങ്ങളുടെ സൈഡിൽ പറയുന്നതാണ് വെള്ളയപ്പം. അല്ല, ചുറ്റിച്ചെടുക്കുന്ന അപ്പമുണ്ട്, അതാണ് പാലപ്പം. അപ്പോൾ നമ്മളിവിടെ പാലപ്പം ഉണ്ടാക്കാനായിട്ട് എനിക്കിവിടെ എൻ്റെ അടുപ്പിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു പാത്രമാണ്, ഉണ്ണിയപ്പക്കാരയാണ്. ഈ ഉണ്ണിയപ്പക്കാര ഇൻഡക്ഷൻ ബേസിൽ വർക്കാവുന്നതാണ്. പ്രസ്റ്റീജിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ ആണ്.
ഈ ഉണ്ണിയപ്പക്കറിയിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം ഇതൊരു നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറേശ്ശെ മാവ് ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അതിനുശേഷം ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ചെറിയ ഷേപ്പിലുള്ള അപ്പങ്ങൾ നമുക്ക് കിട്ടും. ഇത് കൊച്ചു കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കും, തീർച്ചയായിട്ടും അവർ കഴിക്കും. അപ്പോൾ കുറേശ്ശെ മാവ് ഒഴിക്കാം. ഒരു അര ഭാഗം വരെ ഒഴിച്ചാൽ മതിയാകും. എൻ്റെ ആദ്യത്തേൽ കുറച്ചധികം വീണുപോയി. അപ്പം കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ചുറ്റിച്ചെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ അപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അപ്പച്ചട്ടിയിൽ ചെയ്യാം. പിന്നെ കൊച്ചു കുട്ടികൾക്ക് ഒരു ചേഞ്ചിന് വേണ്ടി ഇങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അപ്പത്തിൽ പല രീതിയിൽ നമുക്ക് ഈസ്റ്റ് ചേർക്കാം. അരയ്ക്കുമ്പോൾ തന്നെ കൂടെ ചേർത്തരയ്ക്കാം. മറ്റൊരു രീതിയിൽ ചെയ്യുന്ന അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 20 ലക്ഷത്തോളം പേര് കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ അപ്പം ചെയ്താൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്താലും സോഫ്റ്റ് തന്നെയാണ്. അപ്പോൾ പല മെത്തേഡ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ പാലപ്പം എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതുപോലൊരു പപ്പടം കുത്തിയോ സ്ക്യൂറോ വെച്ചിട്ട് നമുക്ക് കുത്തിയെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ മാവ് വെച്ചിട്ട് തന്നെ നമ്മൾ വെള്ളയപ്പവും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാൻ ചൂടായി വന്നാൽ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് പരത്തരുത്. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് അപ്പം ചൂടാൻ എടുക്കുന്നതെങ്കിൽ ഒരുപാടങ്ങ് ചൂടാക്കി കളയരുത് പാത്രം. അപ്പോൾ നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ചൂട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും മാവ് ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. ഈ ഒരു അപ്പം നിങ്ങൾക്ക് തിരിച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ തിരിച്ചിടാതെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ടായാലും ഒരേപോലെ സോഫ്റ്റാണ്. അതുപോലെ തേങ്ങയൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും. ഇത് നല്ല പഞ്ഞി പോലെ തപ്പാണ്. എത്ര നേരം വേണമെങ്കിലും ഇത് ഇങ്ങനെ സോഫ്റ്റായിട്ടിരിക്കും. അതുപോലെ തണുത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റാവും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഒരേ മാവിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളയപ്പവും പാലപ്പവും തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ അപ്പം തയ്യാറാക്കി നോക്കുക ഈ ക്രിസ്മസിന്. അതുപോലെ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരുപാട് ടൈപ്പ് കറികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ പീസ് കറി, അതുപോലെ കടലക്കറി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഗസ്റ്റിന് സെർവ് ചെയ്തത് അടിപൊളിയായിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അപ്പം ഗസ്റ്റിനൊക്കെ വളരെ ഇഷ്ടമായി. അപ്പോൾ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രണ്ട്സായിരുന്നു. അവർ ഇന്ത്യക്കാരല്ല. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരും പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു പാർട്ടിയുടെ വ്ലോഗ് ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് നമ്മുടെ അപ്പവും അതുപോലെ കറികളും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ കുട്ടീസിന് ഇത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ വലിയ ഇഷ്ടമായി. അപ്പോൾ അവർക്ക് സാധാരണ വെള്ളയപ്പം കൊടുക്കുമ്പോൾ ഉള്ളതിനേക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കൊടുത്തപ്പോൾ ഇഷ്ടമായി. അവർ പെറുക്കി കഴിച്ചോളും. അപ്പോൾ അതുപോലെ തന്നെ ഒരു വെറൈറ്റിക്ക് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ അപ്പോൾ ഇത് ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ചെറുതായിട്ടൊന്ന് സ്നോ വീണായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനെടുത്ത വീഡിയോസാണ്. അപ്പോൾ ഇതെൻ്റെ ഓഫീസിൻ്റെ അടുത്തു നിന്നുള്ള ഒരു വ്യൂ ആണ്. ഇപ്പോൾ എല്ലായിടത്തും ഇവിടെ ക്രിസ്മസ് ട്രീ ഇതുപോലെ കൊണ്ടുവച്ചിട്ട് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റോഡിലും അതുപോലെ ഓഫീസിലും ഫ്ലാറ്റിലും എല്ലാം ഇതുപോലെ വലിയ വലിയ മരങ്ങൾ അവർ തന്നെ കൊണ്ടുവെക്കും. നല്ല രസമാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മഞ്ഞൊക്കെ വീണു. അടുത്ത ആഴ്ച കുറച്ചുകൂടെ മഞ്ഞൊക്കെ വീഴുന്ന ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരത്ത്
ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്